അപ്പൊ റാഗിങ്ങിന്റെ ആദ്യത്തെ ചോദ്യം ദേവി ചന്ദന ചേച്ചി ചോദിച്ചു. എന്റെ ദൈവമേ, ഈ അങ്കിളും ഫോൺ. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പോ മിമിക്രിയിൽ എന്റെ ഗുരുനാഥൻ ശ്രീ ജോർജ് കെ സി സാർ. ജോർജ് കേസോ? കേസി കടേപ്പറമ്പിൽ ചീക്കു മകൻ ജോർജ്, അതാണ് കേസി. കണ്ടാ അപ്പച്ചന്റെ പേരാണ്. ഫാദറിന്റെ പേരാണ്. ചീക്കുന്നാണ് അല്ല, ഇപ്പൊ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരാണ് അല്ലേ? ഫ്രീക്ക് പേരാണ് ചീക്കു. കടേപ്പറമ്പിൽ ചീക്കു മകൻ ജോർജ്, കെ സി ജോർജ്. ഇപ്പൊ ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ജോർജ് രമേശാണ് എന്നെ മിമിക്രിയിൽ കൊണ്ടുവന്നത്. എൻ്റെ ഗുരുനാഥനാണ് ജോർജ്. അന്ന് സ്കൂളിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ജോർജ് അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സ്കൂളിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ 8ാം ക്ലാസ്സിലേക്ക് പഠിച്ച് ചെല്ലുന്ന സമയത്ത് ഇവരുടെ ഒരു ബാച്ച് റാഗിങ്ങിനെ പോലെ ഇതുപോലത്തെ റാഗിങ്, ഇപ്പം നമ്മൾ റാഗിങ്ങിന് ഇരിക്കല്ലേ, അന്ന് ഒരു 3-4 പേര്, ജോർജ് മെൻഡെക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്, ഇവരൊരു ബാച്ച്. അന്നും ജോർജിന് താടി ഉണ്ടോ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ജോർജ് ഒന്ന് ഭയങ്കര ശ്വാസമൊക്കെ പിടിച്ചു നിന്നിട്ട്, ഇയാളാണോ മറ്റേ സ്കൂളിൽ നിന്ന് വന്ന പാട്ടൊക്കെ പാടുന്ന ആള്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ജോർജിൻ്റെ അനിയൻ എൻ്റെ ക്ലാസ് പഠിക്കുന്നുണ്ട്. ഇയാൾ ഈ തവണ ഞങ്ങളുടെ ട്രൂപ്പിൽ വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ട്രൂപ്പ്? ഈ തവണ ഞങ്ങളുടെ ഗാനമേള ട്രൂപ്പ് ഉണ്ട്, അതിൽ താനായിരിക്കും പാടുന്നത്. അതിൽ വേറെ ആര് വിളിച്ചാലും പോരുതെന്ന് പറഞ്ഞു. ശരി അടിയൻ എന്ന് പറഞ്ഞു. ഞാൻ എന്താ കാരണം എന്നറിയോ? എന്നിട്ട് ഞാൻ ഗാനമേളക്ക് പാടും. ജോർജ് കെ സി ആൻഡ് പാർട്ടി നയിക്കുന്ന ഗാനമേള, അതാണ് ജോർജ് കെ സി ആൻഡ് പാർട്ടി നയിക്കുന്ന ഗാനമേള. എന്നിട്ട് ഫുൾ പാട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 100 ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി, ആ പാട്ടാണ്. പോയ കാല നിലവുകളെല്ലാം ഒട്ടക കൂട്ടങ്ങൾ, ഈ പാട്ട് ഞാൻ പാടും. മെയിൻ ഗാനമേള ലീഡർ എന്താ പറഞ്ഞതെന്നറിയോ? ഇടക്ക് ഓ സംഘർഷം. അത് ഇന്നും അങ്ങനെ കോറസ് പാടി സംഘർഷം ഇത് ഇങ്ങനെ പാടും. നാശം നോക്കുമ്പോ ഞാൻ പേടിപ്പിക്കും. എപ്പോഴും സംഘർഷമാണല്ലോ. അല്ല, എന്താ ജോർജ് കെ സി ആൻഡ് പാർട്ടി ഫസ്റ്റ് ജോർജ് കെ സി ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞ പ്രൈസ് കിട്ടും. പൈസ ഒക്കെ വാങ്ങിക്കും. കയറി ഇന്ന് പ്രൈസ് മേടിക്കുന്ന ജോർജ്. അതെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നാലായി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഓ സംഘർഷം പാടുന്നല്ലേ, ഈ ഓ സംഘർഷം പാടുമ്പോഴും ഞാനൊന്ന് നോക്കാം. എന്താ കാരണം? അതും പിച്ചൗട്ടാണ്. ആ ഓ സംഘർഷം പാടുന്നതിന്റെ പിച്ചൗട്ട്. അപ്പൊ ഞാൻ ദയനീയമായിട്ട് നോക്കും, പാടാതിരിക്കാൻ പോകുന്നുള്ളത് എന്റെ നോട്ടത്തിലുണ്ടായിരുന്നു. അന്ന് ഈ ജോർജേട്ടൻ റാഗി ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്ന് ഇവിടെ റാഗിയായിട്ട് പിടിച്ചിരുന്നല്ല കേസ്. എന്റെ അനിയനെ വഴിയേറ്റിട്ട് നടക്കുന്നത് ഇവനായിരുന്നു. അങ്ങനെയാണ് പേടിപ്പിച്ചത്. അതാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. അല്ല, ജോർജിന്റെ അനിയനും ഞാനും കൂടി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ജോർജ് പറയും, എൻ്റെ അടുത്ത് പറയും, ഒരു തന്നെ വഴിയിൽ പിടിച്ചെടുത്തിട്ടൊന്ന് ഡാ നീ വന്നേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. നീ എൻ്റെ അനിയനെ വഴിയേറ്റിക്കണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, നീയും എൻ്റെ അനിയനും കൂടി 2 പെമ്പിള്ളേരുടെ പുറകെ സൈക്കിളും ചവിട്ടി ഇടങ്കാലിട്ട് സൈക്കിളും ചവിട്ടി കളമശ്ശേരി വരെ പോയിക്കണം. ഞാൻ കളമശ്ശേരി കണ്ടിട്ടും കൂടി ഇല്ല. സൈക്കിൾ ചവിട്ടി ഇടങ്കാലിട്ട് സൈക്കിൾ ചവിട്ടിട്ട് എന്റെ അനിയൻ അത്ര ചെറിയ പ്രായത്തിൽ തന്നെ കളമശ്ശേരി വരെ. ഞാൻ മേലാല് എന്റെ തന്നെ കണ്ടത് മാത്രമല്ല, ഇതിന് മുമ്പും നീ ഹിസ്റ്ററി അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ആദ്യം കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം പറയുന്നത് കൊച്ചിൻ സാക്സിന്റെ ഗാനമേളയിൽ തമിഴ് പാട്ട് പാടുന്നു, അടിച്ച് പൊളിച്ച് പാടുന്നു. അതിനുശേഷം മിമിക്രിയിലൊക്കെ ജോർജയുടെ മിമിക്രി കളിക്കുന്നുണ്ട്. ഗാനമേളയിൽ തമിഴ് പാട്ട് അടിച്ച് പൊളിക്കുന്നത് നാദർ ഷാ എന്ന് പറയുമ്പോൾ കൈയടിയാണ്. വന്ന് അപ്പടിപ്പോട്ട് ആ പാട്ടൊക്കെ ചരക്കിന്റെ പാട്ടാണ് പറഞ്ഞത്. ചോദ്യം ചോദിക്കട്ടെ, ശൃംഗാര ചരക്ക് നല്ല ചരക്ക്. അപ്പൊ അതിനുശേഷം പിന്നീട് അന്ന് കാണുമ്പോഴും പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴത്തെ ഇപ്പൊ കാണുമ്പോഴും ഒരേപോലെ ഇരിക്കുന്നു. ഇതിന്റെ രഹസ്യം എന്താന്ന് പറഞ്ഞേക്കാം. സൗന്ദര്യം അങ്ങനെ വെച്ചില്ല, എന്നും ഒരുപോലെ ഇരിക്കുന്നു. അല്ല, അതിന്റെയൊക്കെ കാരണം ഞങ്ങളാ. പറയട്ടെ അല്ലേ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മാത്രം സ്നേഹിക്കുന്ന, ഞാൻ എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന 3 പെൺകുട്ടികളുണ്ട്. അവരാണ്. പേര് പറയുന്നത് 2 പെൺമക്കളും ഭാര്യ. അത് നമുക്കറിയാം. നിങ്ങൾ 3 പേരും അല്ല, നിങ്ങൾ 3 അല്ല, ഇവരാണെന്ന് അല്ല. ഷാഹിന, ഐഷ, ഖദീജ. ഇത് എൻ്റെ വീട്ടിലുള്ള. അതുകൊണ്ടാണ് ഇതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ടെൻഷൻ തരായിരുന്നെങ്കിൽ
ഞാൻ ഈ കോലമൊക്കെ മാറിപ്പോയെന്നെ ഈ ജോർജിനെ പോലെ പ്രശ്നമായി മാറി. പിന്നെ നാദർഷ അന്നൊന്ന് വരാനിരിക്കണത് നാദർഷ എളിമ ആ എളിമ വേണം അല്ലേ? പിന്നില്ലേ ഞാൻ നാദർഷ എളിമനെ പറ്റി സെന്റ് പോൾസ് കോളേജിൽ ഐസക് സാറിനോട് പറഞ്ഞു. കാരണം വെച്ചാൽ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് നാദർഷ നന്നായിട്ട് പാടും, കുറെ ഇല്ലാത്ത നുണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അഡ്മിഷൻ ചോദിച്ചു. പറഞ്ഞുതരാം ഇടക്കേറി പറയല്ലേ, അത് സംഭവം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു നാദർഷ സാറേ, നാദർഷ നന്ന കഥകളിപ്പദത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, പിന്നെ കഥകളിപ്പദം സ്റ്റേറ്റിൽ ഫസ്റ്റ്, അതൊക്കെ ശരിയാണ്. പിന്നെ നന്നായിട്ട് പാടും, പിന്നെ നാദർഷ എളിമ, അതൊക്കെ സമ്മതിക്കണം സാറേ. എങ്ങനെയെങ്കിലും അഡ്മിഷൻ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ സാർ വിളിച്ചിട്ട് എന്നെ ഫയർ ചെയ്യണം. ജോർജ് എന്തൊക്കെയാണ് പറഞ്ഞത്? പാടും, നന്നായിട്ട് പാടും, പിന്നെ എളിമ. എന്തെളിമയാണ് അവന് എന്ന് വെച്ചോട്. ഞാൻ സാറ് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നാദർഷ എളീമനെ ഒന്ന് കാണണം, എളീമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാദർഷ അല്ലാണ്ട് വേറെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തടിയപ്പി പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ എളീമ എന്ന് പറഞ്ഞു അത് തിരുത്തിക്കളും ഞാൻ എളീമ എളീമന. എന്തോ ഭാഗ്യം, എനിക്ക് എന്റെ ഉമ്മാടെ അനിയത്തില്ല, ഉമ്മാക്ക് അനിയത്തില്ലാതെ പോയി, അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നല്ലേ. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പെരുന്നാളായിട്ട് എന്താ വിശേഷം? പെരുന്നാളായിട്ട് വിശേഷം, പുതിയ വിശേഷം ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്കല്ലേ. ശങ്കരാഭരണത്തിലെ പാട്ട് പാടുമ്പോഴേ മഴ പെയ്യാറുണ്ട്, മിക്ക സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്നും പാടി വേണ്ട, ഇവിടെ പിന്നെ മഴ പെയ്യാൻ പറ്റില്ല. 2 ദിവസം അടുപ്പിച്ച് നിർത്താതെ മഴ പെയ്തു. എന്റെ നാട്ടില് ഏലൂർ എനിക്കൊരു സ്വീകരണം തന്നു. എന്റെ നാദർഷയുടെ കലാജീവിതത്തിന്റെ 25ാം വർഷം. ഒരിക്കലും ഞാനത് മറക്കില്ല. കാരണം 2 ദിവസം വെച്ചിട്ട് ആ 2 ദിവസം ഇടിവെട്ടും മഴ, അത് ഇന്ന് വരെ അങ്ങനെ. ഞാൻ 2ാമത്തെ ദിവസം മഴയൊന്നുമില്ല, സുഖമായിട്ട് പ്രോഗ്രാം തുടങ്ങാൻ. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല. ആദ്യത്തെ ദിവസം മഴ പെയ്ത് കുളമായി, 2ാമത്തെ ദിവസം ഫുൾ ജനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല. ഫസ്റ്റ് സോങ് എൻ്റെ ശങ്കര നോക്കിയപ്പോൾ 3-4 തുള്ളി ഇങ്ങനെ തുടങ്ങി. അപ്പം തന്നെ ഇത് മാത്രമല്ല, തിരുവനന്തപുരം ഏരിയയിൽ ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ഞാനുണ്ടായിരുന്നു. അപ്പൊ നാദർഷികയുടെ ഗാനമേള വെച്ച് അന്ന് മഴ പെയ്തിട്ട് അതിന്റെ സംഘാടകർ വന്നിട്ട് നാദർഷികയോട് പറഞ്ഞ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ശങ്കരം 40 വർഷമായി ഞങ്ങളുടെ ഈ ഉത്സവം കെങ്കേമായിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു മഴ. പക്ഷെ വേറെ കാര്യമുണ്ട്, പക്ഷെ അത് ഭയങ്കര അനുഗ്രഹം. എന്തറിയോ, ഈ ശങ്കരാഭരണത്തില് അത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഈ ശങ്കരാഭരണത്തിലെ പാട്ട് പലപ്പോഴും പാടിയത് തമാശക്ക് പറയണമെങ്കിലും പലപ്പോഴും ഒരു ഇടിവെട്ട് മഴയായിട്ടാണ് തീർന്നത്. അത് ഏലൂര് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ജസ്റ്റ് ഒരു മഴ ചാറി അത് തീരും. അതൊരു അനുഗ്രഹം പോലെ നമുക്ക് ആ മഴ, ആ പാട്ടിന്റെ എഫക്റ്റില് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റേജിൽ ലൈറ്റും ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് തുള്ളി മഴകളും വീഴാറുണ്ട്. പക്ഷെ അതിനുശേഷം ഇഷ്ടംമാരെ പ്രോഗ്രാം വന്ന് ചില ആൾക്കാർ ഇവിടെ തന്നെ എന്തോരം ആൾക്കാർ വന്നിട്ട് കിടക്കുന്ന ആശ ഒരു പാട്ട് പാടിയാണ് കൃഷി ആവശ്യത്തിന് വെള്ളമില്ല. അതിന്റെ വേറെ സംഭവമുണ്ട്. ഏലൂര് മഴ പെയ്ത്, തിരുവനന്തപുരത്ത് മഴ പെയ്ത്, ഖത്തറിൽ മഴ പെയ്ത്, ഇനി വരുന്ന പ്രോഗ്രാം എല്ലാം കട്ടാൻ സാധ്യതയുണ്ട്. ഈ മഴ വേണ്ട സ്ഥലത്തൊക്കെ പ്രോഗ്രാം, മഴ പെയ്തതിന്റെ വേണ്ട സ്ഥലത്തൊക്കെ പരിപാടി നടത്തും. വേനൽക്കാലത്തായിരിക്കും പ്രോഗ്രാം കൂടാൻ പോകുന്നത്. കാർമരുഭൂമി എന്നൊക്കെ ബുക്കിംഗ് വരും. പെരുന്നാളിന് നല്ലൊരു പാട്ട് പാടാവോ? അല്ല, പെരുന്നാളിന് സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയാണ് തുടങ്ങിയത്. അതെ, നല്ല ആ പാട്ട് പാടിയപ്പോ കൊറേ പുറകോട്ട് പോയി. കാരണം അതല്ല, സാധാരണ ഗൾഫിലൊക്കെ ഷോയ്ക്ക് പോകുമ്പോ ഫസ്റ്റ് പാടുന്ന പാട്ട് അതല്ലേ? ഗൾഫില് സാധാരണ ഇത് പാടാറുണ്ട്. അതുപോലെ ഒരു നല്ലൊരു പാട്ട് ഞാൻ പറയട്ടെ, സ്ഥിരം ഞാനല്ലേ പാടുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെസ്നിഖാന്റെ ഒരു മാപ്പിളപ്പാട്ടോടുകൂടി. മനഃപൂർവ്വം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഞാൻ ചോദിക്കണതല്ല, ഇവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യിച്ചു. ഞാൻ അങ്ങനെയൊക്കെ പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ചെറുപ്പത്തിലെ സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നുണ്ട്. നമ്മൾ റാഗ് ചെയ്യാൻ വന്നിരിക്കുന്നു, ഇവര് സുഹൃത്തുബന്ധം പുതുക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ നിർബന്ധിക്കും. പാടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, ഇത് ഇങ്ങനെ നാടകളിക്കുന്ന മാപ്പിളപ്പാട്ട് അറിയില്ലെങ്കിൽ ഒരു ഹിന്ദി പാട്ട് മാപ്പിളപ്പാട്ടിന്റെ രൂപത്തിൽ പാടിയാൽ മതി.